ജൂലൈ മാസം 1-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവാലത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം നാം പഠിച്ചു വരുന്ന എബ്രായ ലേഖനം അതിൻ്റെ മുഖവരെയാണല്ലോ. അതല്ല 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമോ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തുവിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം പഠിച്ചു വരുന്ന എബ്രായ ലേഖനത്തിൻ്റെ മുഖവരിയോടുള്ള ബന്ധത്തിൽ ഉപദേശങ്ങളെ സംബന്ധിച്ച് നാം പഠിക്കുകയായിരുന്നല്ലോ. വിവിധ ഉപദേശങ്ങൾ, മർമ്മപ്രധാനമായ ഉപദേശങ്ങളുള്ള ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പുത്രനെ ഏറ്റുപറയുന്ന കർത്താവ് യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തി ഉയരത്തിലേക്ക് മഹിമയിലേക്ക് കടന്നു എന്നത് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾ പഠിക്കുന്ന വേദഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, അത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഇടയാക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉപദേശങ്ങളെ സംബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് അല്പമായിട്ട് പരിഗണിക്കുകയുണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ മൊത്തത്തിൽ 66 പുസ്തകങ്ങളിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഉപദേശം നാം പഠിക്കണം. ദൈവം ആര് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏക സത്തയിൽ 3 വ്യതിരിക്ത വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് നമ്മളുടെ വിശ്വാസ പ്രമാണം. അതുപോലെ തന്നെ പുത്രനെ സംബന്ധിച്ച ഉപദേശം, രക്ഷയുടെ ദൈവശാസ്ത്രം, ദൈവിക വെളിപ്പാടുകളുടെ ആരംഭം, പുരോഗമനം, അവസാനം. ഇത് നമ്മൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്നുള്ള ഒരു തലക്കെട്ടിലാണ് പഠിക്കുന്നത്. കാരണം അതിൻ്റെ മുഖ്യമായിട്ടുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ തന്നെയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് ഇതിൻ്റെ പുത്രമുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നാം ഈ പ്രോഗ്രസീവ് റെവലേഷൻ, അതിനെ നാം മലയാളത്തിലേക്ക് ആരംഭവും, വെളിപ്പാടിൻ്റെ ആരംഭം, പുരോഗമനം, അവസാനം. വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകപ്പെട്ടതോടുകൂടി വെളിപ്പാടും അവസാനിച്ചു.
ഇത് വിശ്വസിക്കുകയും നമ്മളത് പ്രമാണിക്കുകയും ചെയ്യുക എന്നുള്ളത് വായിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിപാട് പുസ്തകം ആരംഭിക്കുന്നത്. ഇതിനോട് കൂട്ടാനോ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് വെളിപാട് ആരംഭിക്കുകയും പുരോഗമിക്കുകയും അത് അവസാനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വെളിപാടുകൾ പരിശുദ്ധാത്മ പ്രചോദനത്താൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ഉപദേശങ്ങളുടെ ഒരു സമാഹാരം നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് പഴയ പുതിയ നിയമങ്ങളിൽ 66 പുസ്തകങ്ങളുണ്ട്. എങ്കിലും അതിൽ നാം പഠിച്ചു വരുന്ന ഈ എബ്രായ ലേഖനത്തിലും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് ഉപദേശങ്ങൾക്ക് അതിൻ്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമായി പഠിക്കാവുന്നൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഉപദേശങ്ങളിലെ ചില പ്രാധാന്യത്തെക്കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. നമുക്കറിയാം ദൈവം സത്യവാനാണ്. ദൈവത്തിന് കള്ളം പറയാൻ സാധിക്കുകയില്ല. കാരണം അവൻ സത്യവാനാണ്. പരിപൂർണമായിട്ട് സത്യമുള്ള ദി ട്രൂത്ത് എന്ന് പറയാവുന്ന വിധത്തിൽ ഉള്ള വ്യക്തിയാണ്. അബ്സല്യൂട്ട് ട്രൂത്ത്. പൂർണ്ണമായിട്ടും സത്യവാനായ ദൈവം തൻ്റെ വെളിപ്പാടുകൾ അത് സത്യമാണ്, അത് വെളിപ്പാടാണ്. തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് തൻ്റെ മഹത്വത്തിനായിട്ട് തന്നെ പദ്ധതി, തൻ്റെ പുത്രനുള്ള പദ്ധതി, ആദാമിൻ്റെ വീഴ്ചയോടെ ബന്ധത്തിലുള്ള വീണ്ടെടുപ്പ് എല്ലാം നമുക്ക് വെളിപ്പാടായിട്ട് നമുക്ക് നൽകി. അതാണ് ബൈബിളിൻ്റെ വെളിപ്പാട് എന്ന് 66 പുസ്തകങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ മൊത്തത്തിലും ഭാഗങ്ങളിലും 66 പുസ്തകങ്ങളിലെ മൊത്തം നോക്കിയാലും അതിൻ്റെ പാർട്സ് നമുക്ക് മോശയുടെ ഏകദേശം 1400 BC ആ കാലഘട്ടത്തിലാണ് മരിക്കുന്നതിന് മുമ്പ് മോവാബിൽ വെച്ച് 5 പുസ്തകങ്ങൾ എഴുതിയത്. എന്നാൽ വെളിപ്പാടുകൾ അതിന് മുമ്പേ ലഭിച്ചിട്ടുണ്ട്. അതാ മുതൽ നമുക്ക് വെളിപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അതൊരു പുസ്തകമായിട്ട് രചിക്കപ്പെട്ട് തുടങ്ങിയത് മോശയുടെ കാലത്തിൽ. അതുകൊണ്ട് അതിൻ്റെ ബൈബിളിൻ്റെ മൊത്തത്തിലും ഭാഗങ്ങളിലും ഇൻ ഹോൾ ആൻഡ് ദി പാർട്സ് എന്ന് പറയാം. മൊത്തത്തിൽ 66 പുസ്തകങ്ങളിൽ വെളിപ്പാടും ആരംഭിച്ചു, പുരോഗമിച്ചു, അവസാനിച്ചു. അത് മൊത്തത്തിലും എന്നാൽ അതിൻ്റെ ചെറിയ ഒരു ഭാഗങ്ങളെടുത്താലും അത് മറ്റുള്ള വെളിപ്പാടുകളോട് അത് മൊത്തത്തിൽ യോജിപ്പുള്ളതാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു അറിവും വിശ്വാസവുമാണ്. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വെളിപ്പാടുകൾ 66 പുസ്തകങ്ങൾ. അത് ഏകദേശം എഴുത്തിൻ്റെ ആരംഭം 1450 BC. ഭാഗമായും വിവിധമായും പുരോഗമനം നടന്നു. അതിനുശേഷം ഏകദേശം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് 400 വർഷത്തിന് മുമ്പ് മലാക്കി പ്രവചനത്തോടു കൂടി പഴയ നിയമ വെളിപ്പാടുകൾ അവസാനിക്കാനുണ്ടായത്. തുടർന്ന് വെളിപ്പാടുകൾ ലഭിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ തിരുവചനപ്രകാരം ദൈവത്താൽ അയക്കപ്പെട്ട അവൻ മുന്നോടിയായിട്ട് കർത്താവിന് മുമ്പ് വന്നു. അതാണ് അവിടം തൊട്ടാണ് പുതിയ നിയമ വെളിപ്പാടുകൾ എഴുതപ്പെട്ടത്. എന്നാൽ വാസ്തവത്തിൽ എഴുതപ്പെട്ടത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം ഏകദേശം AD 50 അത് ആരംഭിച്ചത്. ഗലാത്യ ലേഖനമാണ് ആദ്യം എഴുതപ്പെട്ടതെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടു. അപ്പോൾ അത് അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിൽക്കാലങ്ങളിൽ പഠിക്കാവുന്നതാണ്. എങ്കിലും അങ്ങനെ ഏകദേശം 1450 വർഷം 1500 വർഷം നമുക്ക് പറഞ്ഞാൽ അതിലാണ് നമുക്ക് ഈ 66 പുസ്തകങ്ങൾ വെളിപ്പാടായിട്ട് നമുക്ക് ലഭിച്ചത്. ഇവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ വെളിപ്പാട്, ഈ 66 പുസ്തകങ്ങൾ അതെല്ലാം തന്നെ ഐക്യമുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഇത് മൊത്തത്തിലും അതിൻ്റെ ഭാഗമായിട്ടും അത് സത്യമാണ്, അതിന് യോജിപ്പുള്ളതാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉപദേശങ്ങളും യോജിപ്പുള്ളതാണ്. നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ അതിലെ വെളിപ്പാടുകൾ തമ്മിൽ യോജിക്കുന്നതും അത് ഐക്യമുള്ളതും ആകുന്നു. മനുഷ്യൻ്റെ രക്ഷ എങ്ങനെയാണ്? വിശ്വാസത്താൽ മാത്രമാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അത് എബ്രാഹമായാലും പുതിയ വിശ്വാസികളായാലും. അപ്പോൾ അങ്ങനെ ഒരു ഐക്യമുള്ള ഉപദേശങ്ങളിലും യോജിപ്പും ഐക്യമുള്ളതായിട്ട്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപദേശങ്ങൾ ദൈവശാസ്ത്രപരമായി ചേർച്ചയുള്ളതാകുന്നു. ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ് വിവിധ ഉപദേശങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, പുത്രനെക്കുറിച്ചുള്ളത്, പരിശുദ്ധാത്മാവെക്കുറിച്ച്, ത്രിത്വത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, നമ്മുടെ പ്രകൃതിയെ സംബന്ധിച്ച ഉപദേശങ്ങൾ, ഈ ഭൂമിക്ക് എന്ത് പറ്റും, പാപത്തെ സംബന്ധിച്ച ഉപദേശം, പാപം എന്താണ്, എവിടെ നിന്നാണ് ആരംഭിച്ചത്, അതിൻ്റെ ഉടയവൻ ആരാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൽ അവസാന കാര്യങ്ങൾ, ഈ മനുഷ്യന് എന്ത് പറ്റും, ഈ ലോകത്തിന് എന്ത് പറ്റും, വിശ്വാസികൾക്ക് എന്തിനോ അവിശ്വാസികൾക്ക് എന്ത് പറ്റും, ന്യായവിധി പ്രകാരമായിരിക്കും, നിത്യന്യായവിധിയിൽ തീപ്പൊയ്കയിലേക്ക് ആരൊക്കെ എറിയപ്പെടും, അത് നിത്യമാണോ എന്നുള്ള ഉപദേശങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഉപദേശങ്ങളായിട്ടും വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അത് യോജിപ്പുള്ളതും ഐക്യമുള്ളതും ആകുന്നു. ബൈബിൾ ചരിത്രം ഐക്യമുള്ള വിവരണമാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ ചരിത്രമാണത്. ദൈവത്തിൻ്റെ സൃഷ്ടി മുതൽ പുതിയ സൃഷ്ടി വരെ, പുതിയ ആകാശവും പുതിയ സൃഷ്ടി വരെയുള്ള ഒരു ചരിത്ര പുസ്തകം കൂടിയാണ്. എന്നാൽ ഈ മൊത്തം ഏകദേശം 6000 വർഷത്തെ ചരിത്രം അത് ക്രമമായിട്ട് എഴുതി എന്നുള്ള ആശയമല്ല. എങ്കിലും വെളിപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ അത് വാസ്തവമായി നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ചരിത്ര പുസ്തകമാകയാൽ ചരിത്രത്തിലെ ഓരോ കാര്യങ്ങളും അതിനോട് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധം ഉള്ളതാകുന്നു. സൃഷ്ടി, അതിനുശേഷം ആദാം പാപം ചെയ്തു, അതിനുശേഷം എബ്രാഹിമിനെ ജലപ്രളയം, അവിടുന്ന് 8 പേര് മാത്രം രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം നമുക്കറിയാം ബാബേൽ കൊട്ടാരം, അബ്രാഹിമിനെ വിളിക്കുന്നു, അബ്രാഹിം വഴി വാഗ്ദത്ത സന്തതി, വാഗ്ദത്ത ദേശം, അങ്ങനെ വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ തുടരുന്നു. അങ്ങനെ അവസാനമായിട്ട് നമുക്ക് പുത്രൻ വരികയാണ്. പുത്രനിൽ നമുക്ക് നിത്യമായ രക്ഷാദേവം ഒരുക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അത് തമ്മിലും അത് യോജിപ്പുള്ള ഒരു സംഭവമാണ്. ചരിത്രം, വേദപുസ്തകത്തിലെ ചരിത്രം, അതിൻ്റെ ഉടയവൻ ദൈവം തന്നെയാണ്. അത് തമ്മിൽ ഐക്യമുള്ളതും അത് ഉള്ള ഒരു വിവരണമാകുന്നു. വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് പ്രചോദനത്തിൽ രചിക്കപ്പെട്ടതാകുന്നു. ഇത് മനുഷ്യനാൽ എഴുതിയതാണെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ ക്രമം, അതിൻ്റെ രീതികൾ എല്ലാം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വിഷയം തന്നെയാണ്. ആയതിനാൽ ന്യായപ്രമാണം പോലെ ഒന്നിൽ തെറ്റിയാൽ പലതിലും തെറ്റും. ന്യായപ്രമാണം അങ്ങനെയാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്. അത് മൊത്തത്തിൽ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് നമുക്ക് പറയുന്നത്. എന്നാൽ നമുക്കതുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ ആദാമിൻ്റെ പാപനിമിത്തം പാപികളായി ജനിക്കുന്ന മക്കളായ നമുക്ക് അത് പൂർണ്ണമായിട്ട് അത് ചെയ്യുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അത് പൂർണ്ണമാക്കുകയും അത് നിവൃത്തിയാക്കി നമുക്ക് രക്ഷ നൽകുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു. അപ്പോൾ അങ്ങനെ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഉപദേശങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവം ആര് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ തെറ്റിയാൽ, ഇപ്പോൾ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ക്രിസ്തീയത്തിലുള്ളത്. ദൈവം ആര്, അത് ത്രിത്വം എന്ന് വിശ്വസിക്കുന്നതാണ് കാതോലിക സഭ എന്ന് പറയുന്നത്. കാത്തലിക് എന്ന് ഇംഗ്ലീഷിൽ പറയും, സാർവത്രിക സഭ. അതിൽ നിന്ന് ഏകദേശം 1056 വേർപെട്ട, ദൈവം തന്നെ വേർപെടുത്തിയ ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. ഇവർ മൗലികമായിട്ട് ഇതിൻ്റെ വ്യത്യാസം ഈ ത്രിത്വത്തെ സംബന്ധിച്ചും പുത്രനെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ ധ്രുവങ്ങൾ പോലെ അത് വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങളുള്ളതാണ്. അതുകൊണ്ട് പാലാരിവട്ടം ബൈബിൾ ചർച്ചിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കാതോലിക്ക സഭയിലാണ് ദൈവം പ്രവർത്തിച്ചത്. അതിൽ മാത്രമാണ് ദൈവം റിഫോർമേഷൻ കൊണ്ടുവന്നത്. അതിൽ മാത്രമാണ് ദൈവീക സത്യങ്ങൾക്ക് ദൈവം ഉദ്ദേശിച്ച പോലെ ഈ ഇതിൻ്റെ യോജിപ്പും ഐക്യതയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആത്യന്തികമായിട്ട് ഞങ്ങൾ കാത്തലിക് വിശ്വാസികളാണ്. എന്നാൽ റോമൻ കാത്തലിക് അല്ല താനും, ഞങ്ങൾ കാതോലിക വിശ്വാസികളാണ്. ആദ്യത്തെ 7 വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും
എന്നാൽ അതിൽ ഉണ്ടായിരുന്ന അപാകതകൾ തിരുത്താൻ തക്കവണ്ണം ദൈവം മാർട്ടിൻ ലൂഥറിനെയും തുടർന്ന് മറ്റു വിശ്വാസികളെയും ഉയർത്തുകയും അതിൻ്റെ പിൻഗാമികളും ഞങ്ങളാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഉപദേശങ്ങളും അപ്രകാരം തന്നെ മൊത്തത്തിലും ഭാഗങ്ങളിലും യോജിപ്പിച്ചുള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതാണ് ഒരു വിഷയം. രണ്ടാമതായിട്ട് നാം പഠിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ നമ്മുടെ സൃഷ്ടമായിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിക്കപ്പെട്ട നമുക്കറിയാം, ആദാമിൻ്റെ പാദത്തോടുകൂടി വലിയ ആത്മീയ മരണം സംഭവിച്ചു. അവിടെ ഒരുപാട് ശാപങ്ങൾക്ക് അത് കാരണമായി തീർന്നു. അത് മാത്രമല്ല, ദൈവസാന്നിധ്യം ഉണ്ടായിരുന്ന ഏതാൻ തോട്ടത്തിൽ അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അതിലേക്ക് തിരിച്ചു വരാൻ തക്കവണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളെ സംബന്ധിച്ച വിഷയം നമുക്ക് എങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എടുക്കേണ്ടതുമാണ്. അതാണ് നമ്മുടെ ആത്മീയ രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ആത്മീയ രക്ഷയെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും എല്ലാം പഠിച്ചു എങ്കിലും ഈ രക്ഷ നമുക്ക് സ്വയാത്തമാകുന്നില്ല എങ്കിൽ, അത് വിശ്വാസത്താലാണെന്നുള്ള വേദപുസ്തകം പറയുന്നത്. അങ്ങനെ വിശ്വാസികളായിത്തീരുന്നില്ല എങ്കിൽ, അത് വിശ്വസിച്ച് ദൈവ മക്കളായിത്തീരുന്നില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ടവരായിത്തീരുന്നില്ല എങ്കിൽ നമുക്ക് വലിയ നിത്യമായിട്ടുള്ള നമുക്ക് അത് പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ രക്ഷയെ സംബന്ധിച്ച ദൈവശാസ്ത്രം നമുക്ക് അല്പം കൂടി ഒന്ന് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രക്ഷയുടെ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് പാപം നിമിത്തം അകന്നു പോയ മനുഷ്യകുലത്തിന് ദൈവസന്നിധി കടന്നു ചെല്ലാനുള്ള ഒരുപാട് കാര്യങ്ങൾ അത് തൻ്റെ പുത്രനിൽ നടത്തിയാൽ മാത്രമേ പിതാവായ ദൈവത്തിന്, പരിശുദ്ധനായ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണത്. അത് പള്ളിയിൽ പോയതുകൊണ്ടോ കുദാശകൾ ചെയ്തുകൊണ്ടോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യങ്ങളില്ല. യേശുക്രിസ്തു മാത്രമാണ് യോഗ്യൻ, അവൻ ചെയ്ത കാര്യങ്ങൾ. എന്നാൽ അവൻ എല്ലാ യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, ദൈവമായിട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടി, നിരപ്പിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി, കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശോധിക്കുകയുണ്ടായത്. ഒന്ന്, നമുക്ക് പാപം നിമിത്തം വന്ന അശുദ്ധി ഉള്ളതുകൊണ്ട് നമ്മൾ അശുദ്ധന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ശുദ്ധമുള്ളവരായിത്തീരണം. അത് ഒരു ഭാഗമാണ്. നമുക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് അതൊരു പ്രായശ്ചിത്തം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് നമുക്ക് വേണ്ടി ഒരു ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ മരിച്ചവരാണ്, ജീവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മൾ ആദാമിലാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാമിൽ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ആയാൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ, അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശനം. അല്ലെങ്കിൽ ആദാമിൽ നിന്നുള്ള മരിച്ചവരും ശപിക്കപ്പെട്ടവരുമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം വായിച്ചു നോക്കിയാലും അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദാമിലെല്ലാവരും മരിക്കുന്നു. അങ്ങനെ ഏകൻ്റെ പാപത്താൽ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമാണ് നാം. അപ്പോൾ അതുകൊണ്ട് ഈ രക്ഷ എന്നുള്ള വിഷയം അത് മർമ്മപ്രധാനമായിട്ടൊരു വിഷയമാണ്. അത് മൊത്തത്തിൽ പഠിച്ച് അതിനകത്ത് വിദഗ്ധരായി അത് വിശ്വസിച്ച് രക്ഷയെ പ്രാപിക്കണമെന്നല്ല വേദോസം പറയുന്നത്. സുവിശേഷം കേട്ട് കർത്താവ് യേശുക്രിസ്തു പാപങ്ങൾക്കായിട്ട് മരിച്ച് അടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ആ സുവിശേഷം, ആ നല്ല വാർത്ത കേട്ട് നാം വിശ്വസിക്കണം എന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ അത് ആ സുവിശേഷം കേൾക്കുന്നതിനും കേൾപ്പിക്കുന്നതിനും മുമ്പായിട്ട് ദൈവം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃപയാൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോഴാണ് രക്ഷയെ പ്രാപിക്കും. എന്നാൽ ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ഈ രക്ഷയെ സംബന്ധിച്ച് പിതാവ് ദൈവം തന്നെ പുത്രനിൽ ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൃതജ്ഞത ഉണ്ടാകുന്നത്. കൃതാർത്ഥരായി സംതൃപ്തിയുള്ളവരായി നിത്യമായ ഉറപ്പുള്ളവരായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനും ദൈവത്തെ ആരാധിക്കാനും സേവിക്കാനും നമുക്ക് സാധ്യമാകുന്നത്. അത് കൃതജ്ഞതയുള്ളവരായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡുള്ളവരായിട്ട് നാം തീരേണ്ടത് ആവശ്യം. അതിന് പഠനം ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗം നിങ്ങളെ
സുവിശേഷം കേൾപ്പിക്കുക, അങ്ങനെ അതിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കുക. രണ്ടാമത്തെ തലമാണ് അതിന് നിങ്ങൾ കൃതജ്ഞത ഉള്ളവരായ തക്കവണ്ണം ഞാനും നിങ്ങളും വിശ്വസിച്ച നാം കൃതജ്ഞതയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കാനും നാം പഠിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ രണ്ട് ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടും നമ്മൾ ചേരുന്നത്. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യോദയത്തിൽ പുത്രൻ പാപങ്ങൾക്ക് ശുദ്ധീകരണം നടത്തി മഹിമയിൽ പ്രവേശിച്ചു. അപ്പോൾ ശുദ്ധീകരണം കർത്താവ് യേശു ക്രിസ്തു സാധിച്ചു എന്നത് എബ്രായ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിന് 3-ാം അധ്യായത്തിൽ വായിച്ച കാര്യങ്ങളാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നടത്തി. പ്രായശ്ചിത്തം അത് 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ശുദ്ധീകരണം യേശു ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണ്. പ്രായശ്ചിത്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം, പാപങ്ങളുടെ മലിനമായ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും എല്ലാം അതിന് ശുദ്ധി നമുക്ക് കർത്താവിൽ സാധ്യമാണ്. അതുപോലെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവൻ കാൽവരി ക്രൂശിൽ കയറി, അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതെല്ലാം നാം രക്ഷയോടുള്ള ബന്ധത്തിൽ പഠിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരുപാട് വേറെ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക്, മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക്, ആദാമിൻ്റെ മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്തം നടത്തുക മാത്രമല്ല, ശുദ്ധീകരണം വരുത്തുക മാത്രമല്ല, അവനത് പാപങ്ങളെ ചുമന്ന് ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു, ഓഫേർഡ് ഹിംസെൽഫ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ പഴയ നിയമ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ യാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അർപ്പണങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആദ്യമായി ഹാബേൽ യാഗാർപ്പണം നടത്തി. അത് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ ഈ തരത്തിലുള്ള ഒരു യാഗാർപ്പണം, അത് വഴിപാട് എന്നെല്ലാം ഇവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ചെയ്ത കാര്യങ്ങളെ എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ അത് എടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അത് വിശ്വാസത്താൽ അവൻ ചെയ്തു, അവൻ്റെ യാഗാർപ്പണം. എന്നാൽ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി, എല്ലാ പാപങ്ങൾക്കും വേണ്ടി ചെയ്യാൻ പോകുന്ന ആ പരമയാഗത്തിൻ്റെ, പരമ അർപ്പണത്തിൻ്റെ ഒരു സൂചനയായിരുന്നു നമ്മളവിടെ കാണുന്നത്. അതുപോലെ തന്നെ നാം ഈ വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, വലിയൊരു ജലപ്രളയം ഉണ്ടായി, യൂണിവേഴ്സൽ, സർവ്വലോകവും ഈ കാണുന്ന ഭൂമി മൊത്തത്തിൽ വെള്ളത്തിന് കീഴിലായി. അങ്ങനെ വലിയൊരു ശിക്ഷാവിധി ഉണ്ടായി. അത് 8 പേര് രക്ഷ പ്രാപിച്ചു. അതിൽ നോഹയും അവൻ്റെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ മാത്രമാണ് ആ ജലപ്രളയത്തിന് രക്ഷ പ്രാപിച്ചതെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ ഈ 8 പേരും അതിലുണ്ടായിരുന്ന മൃഗങ്ങളും ഇഴജാതികളും എല്ലാം എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പുറത്തു വരുന്നു. വന്നതിന് ശേഷം നോഹ ചെയ്തൊരു കാര്യമാണ്, അവൻ അവിടെ ഒരു യാഗപീഠം പണിത് അവിടെയും ഒരു യാഗാർപ്പണം ഉണ്ടായി. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 20-ാം വാക്യം: നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. എപ്പോഴാണ് പണിതത്? ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവനും അവൻ്റെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും പുറത്ത് വന്ന്, മൃഗങ്ങളോട് കൂടി പുറത്ത് വന്നതിന് ശേഷം ദൈവം എന്ത് ചെയ്തു? യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ
യാഗം അർപ്പിച്ചു. അപ്പോൾ വിവിധ തരത്തിലുള്ള യാഗങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിൽ നമ്മൾ യാഗങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമ്മുടെ ആബേലിൻ്റെ യാഗാർപ്പണം, രണ്ടാമതായിട്ട് നാം കാണുന്നത് നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ഒരു നന്ദി പ്രകടനമായിരുന്നു അതിൻ്റെ ഉൽപ്പത്തി 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ. അതുപോലെ തന്നെ നാം വിശ്വാസികളുടെ പിതാവായ എബ്രാഹാം ഉൽപ്പത്തി 22-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഇവിടെ ദൈവം അബ്രാമിനോട് പറയുകയാണ്, പരീക്ഷിച്ചു. അതിനുശേഷം ദൈവം അബ്രാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രാഹമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. ഇവിടെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ, നമുക്കറിയാം ഇസ്ഹാക്ക് എപ്രകാരമാണ്, എത്ര അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതിയാണ്. ഈ ഒരു പ്രമാണമാണ് നമ്മൾ പുതിയ നിയമത്തിലും വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ പുത്രനെ കുറിച്ച് പറഞ്ഞത്, ദി ഓൺലി ബിഗോട്ടൻ, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി സെൻഡ് ഹിസ് ഓൺലി ബിഗോട്ടൻ. ദൈവത്തിൻ്റെ ഏകജാതനെ പുത്രനെ നമ്മളെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് അയച്ചു. അത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതുമാത്രമല്ല ഏകജാതനെ, ബിഗോട്ടൻ എന്നുള്ളൊരു വാക്കാണ് അവിടെ. അത് ദൈവശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഇസ്ഹാക്കിനെ സംബന്ധിച്ച യാഗം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു. അതും വരാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഏകജാതനായ താൻ സ്നേഹിച്ച പുത്രൻ്റെ ഏകയാഗം അതിനെ കുറിക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വാസികളുടെ പിതാവായ എബ്രഹാമിൻ്റെ യാഗത്തെക്കുറിച്ചും നമുക്കറിയാം. എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം അവിടെ തടയുന്നതും അവന് വേറൊരു യാഗമൃഗത്തെ നൽകുകയും ചെയ്തു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യാഗങ്ങളെക്കുറിച്ചുള്ള ചരിത്രം അല്പമായിട്ട് അത് പരിശോധിക്കുമ്പോൾ വിശ്വാസികളുടെ എബ്രഹാമായ പിതാവും അവിടെ ഒരു യാഗം കഴിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായപ്രമാണപ്രകാരം ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. 400 വർഷത്തെ ഈജിപ്തിലെ അടിമജീവിതം, അതിൽ നിന്ന് ആടിൻ്റെ രക്തത്താൽ അവരെ വീണ്ടെടുത്തു. ചെങ്കടൽ കടന്ന് സീനായൽ മലയിൽ വെച്ച് ദൈവം ന്യായപ്രമാണം നൽകി. ആ ന്യായപ്രമാണങ്ങളിൽ ലേവ്യപുസ്തകം 1 മുതൽ 7 വരെ അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ യാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെ ന്യായപ്രമാണത്തിലെ ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളും ലേവ്യ പുസ്തകം അധ്യായം 1 മുതൽ 7 വരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം, ഒരിക്കലായി അന്തിമമായി ഒരു യാഗം തൻ്റെ പുത്രൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു, അവൻ നമ്മുടെ പാപപരിഹാരാർത്ഥം ചെയ്തു. അത് ആണ് ഏറ്റവും വലിയ പരമമായിട്ടുള്ള യാഗം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേദപുസ്തക വെളിപ്പാടുകളും ഉപദേശങ്ങളും രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനുള്ള യാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതിൻ്റെ യോജിപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ യേശു ക്രിസ്തുവിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് വേദപുസ്തകം പറയുകയാണ്, ഇവനിൽ വിശ്വസിക്കുന്നവന് നിത്യരക്ഷ എന്ന് വേദപുസ്തകം പറയുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം അതാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വായിച്ച് നമുക്ക് വേഗത്തിൽ വായിച്ച് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതിൽ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ 1 മുതൽ 5 വരെ കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട്
ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അത് ന്യായപ്രമാണത്തിൻ്റെ യാഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത് ഒരു വരുത്തുവാൻ, സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ച് മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് പിന്നെ യാഗം കഴിക്കുന്നത് നിന്നു പോകും ഇല്ലയോ? അതാണ് എൻ്റെ റീസൺ. എന്തുകൊണ്ട് പിന്നെയും വർഷം അവർ ചെയ്യേണ്ടി വന്നു? കാരണം അത് സൽഗുണപൂർത്തി വരുത്തുന്നില്ല, അതിന് കഴിവുള്ളതല്ല. ഇത് ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. 3-ാം വാക്യം, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാക്കുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ അവിടെ നിന്നോട്ട് നമ്മുടെ മുഖവരയായിട്ട് തിരുവചന വായനയിൽ എടുത്ത ഭാഗം, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ആ ശരീരമാണ് കർത്താവായ ദൈവപുത്രൻ കന്യകയിൽ മറിയയുടെ ശരീരത്തിൽ, അവളുടെ ഗർഭപാത്രത്തിൽ സ്വീകരിച്ചത് ഒരു ശരീരം. അതാണ് നമ്മുടെ ഇൻകാർണേഷൻ, അല്ലെങ്കിൽ തിയോളജി ദൈവശാസ്ത്രം അനുസരിച്ച് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. 2 സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ, 2 നേച്ചർ എന്ന് പറയുന്നത് ദൈവവും പൂർണ്ണ മനുഷ്യനും കന്യയുടെ പരിശുദ്ധം നടന്നൊരു കാര്യമാണത്. ഇത് ഭയങ്കര അത്ഭുതമായ കാര്യമാണ്, നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്നൊരു കാര്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകം ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ത്രിത്വത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ 2 വ്യക്തികളായിട്ട് വളരെ ഏത് കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ്. അവനെ എന്നൊക്കെ 2 വ്യക്തികൾ ഉണ്ട് എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം 3-ാമത്തെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട് എന്നുള്ള ത്രിത്വത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ ഉപദേശം തന്നെയാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ 7-ാം വാക്യം, അപ്പോൾ ഞാൻ പറഞ്ഞു. ആരാ പറയുന്നത്? പുത്രൻ, ഈ ശരീരം സ്വീകരിച്ച പുത്രൻ പറയുകയാണ്, ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. അതാണ് നമ്മുടെ തിരുവചനം എന്ന് പറയുന്നത്, പുസ്തക ചുരുളിൽ. അപ്പോൾ ഈ പുസ്തക ചുരുളില്ലാതെ, അതിലെ വെളിപ്പാടുകളില്ലാതെ നമുക്ക് എങ്ങനെ ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും? അങ്ങനെ ഇവിടെ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്തിനാണ് പുത്രൻ വന്നത്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട്. അവന് ഇഷ്ടമുള്ളൊരു കാര്യം എൻ്റെ പുത്രനിലും പുത്രൻ്റെ യാഗത്തിലും മാത്രമാണ് ദൈവം പ്രസാദമായിരിക്കുന്നത്. വേറെ ആരും നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാൽ, എത്ര വലിയ യാഗങ്ങൾ ചെയ്താലും, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നാലും അവർ രക്തം ചിന്തിയാലും ഒന്നും ദൈവം പ്രസാദിക്കാൻ പോകും. എൻ്റെ പുത്രൻ്റെ പരമയാഗത്തിൽ ഒരിക്കലായി സംഭവിച്ച ആ യാഗത്തിൽ മാത്രമാണ് ദൈവം പ്രസാദിച്ചത്. ദൈവം പ്രസാദിച്ചതിന് തെളിവെന്താണ്? 3 ദിവസനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അത് മാത്രമല്ല, ഈ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട്, അവൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ 9-ാം വാക്യത്തിൽ അതിൻ്റെ 8-ാം വാക്യം, ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല. വിവിധ തരത്തിലുള്ള യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, അതൊന്നും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിൽ പുത്രൻ മുഖാന്തരം പറയുക, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേത് നീക്കി കളയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം അത് പൂർത്തിയാക്കി നിവർത്തിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനമില്ലെന്നല്ല, അതെല്ലാം നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണത്. കാരണം അത് ഞാൻ പറഞ്ഞു, വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു അത്. നമ്മൾ പഠിക്കണോ അത്, ഈ നിഴൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്നാൽ എൻ്റെ വാസ്തവമായിട്ടുള്ള അതിൻ്റെ സാക്ഷാൽ സ്വരൂപം എന്താണ്, അത് കർത്താവ് യേശു ക്രിസ്തുവിലാണ് നമ്മൾ പഠിക്കുകയും അതാണ് നമ്മൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് ശരിയാണ്, സത്യമാണ്, ഇത് വാസ്തവം നടന്ന കാര്യമാണ്, ചരിത്ര വസ്തുതയാണ്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അതിന് തെളിവായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ 3-ാം ദിവസം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
അപ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്, നമ്മളത് വിശ്വസിക്കാൻ ഇടയായിത്തീരുന്നത്. അതിനുശേഷം 9-ാം വാക്യത്തിൽ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഫിനിഷ്ഡ് വർക്കാണത്. ഇത് എൻ്റെ കഴിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മൾ സഹായിക്കട്ടെ. ഉപദേശങ്ങളും വെളിപ്പാടും കോർത്തിണക്കി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ ദൈവം ഉറപ്പു നൽകുകയാണ്. ദൈവവചനത്തിലെ തിരുവചനത്തിലെ ഉപദേശങ്ങളുടെ സത്യസന്ധമായ പഠനത്തിന്, വിശ്വാസത്തിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ പദ്ധതിക്കായിട്ട് അത് തൻ്റെ പുത്രനിൽ അത് ഒരുക്കിയതിനായിട്ട് അതിനുവേണ്ടിയുള്ള വരുവാനുള്ള നന്മകളുടെ നിഴലായിട്ട് നമുക്ക് പഴയ നിയമം നിലനിൽക്കുമ്പോൾ കർത്താവ് പുതിയതിനെ സാക്ഷാൽ രൂപം നമുക്ക് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അത് വിശ്വസിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതത്തിലേക്ക് കടക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.